കുതിരയുടെ കടിവാളങ്ങളോളം ചോരപ്പുഴ ഒഴുകി. അമ്പര ചുംബിയായ അതിമനോഹരമായ തങ്കക്കുട കെട്ടിടമായ കനക കൊട്ടാരമായ യെരൂശലേം ദൈവാലയത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള അന്തോണിയ കോട്ടയിലേക്ക് സൈന്യം അടുക്കുന്നു. ജോസീഫസ് എന്ന ചരിത്രകാരൻ ടൈറ്റസ് എന്ന അധികാരിയെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, നശിപ്പിക്കരുത് ഈ ദേവാലയം. ടൈറ്റസ് പറഞ്ഞു, ഇതെന്റെ പിടിച്ചടക്കലിന്റെ സ്ഥിര സ്മാരകമാക്കി എനിക്ക് നിർത്തണം. പക്ഷേ കൽപ്പന തെറ്റിദ്ധരിച്ചൊരു പടയാണ് ഒരരക്ക് പന്തം കയ്യിലെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. അത് ദേവാലയത്തിന്റെ മകുടക്കൂടിൽ പറന്നു പറ്റി. ടൈറ്റസ് പറഞ്ഞു, കെടുത്ത തീ, പറഞ്ഞത് കേട്ടില്ലേ? എന്റെ പിടിച്ചടക്കലിന്റെ സ്മാരകമാക്കി ഈ ക്ഷേത്രം, ഈ ദേവാലയം നിർത്തണം. സൈന്യം തീ കെടുത്താൻ ഓടി അകത്തോട്ട് കയറി. പക്ഷേ വിപ്ലവകാരികൾ ദൈവാലയത്തിലുണ്ടായിരുന്നു. അവർ സൈന്യത്തിന് മേൽ ചാടി വീണു. നടന്ന പൊരിഞ്ഞ പോരാട്ടത്തിൽ 5000 യഹൂദന്മാരുടെ ശവശരീരങ്ങൾ ദേവാലയത്തിന് നടുമുറ്റത്ത് ചിതറി വീണു. സ്തോത്രം. ടൈറ്റസ് പുറകോട്ടു മാറി. സൈന്യം യുദ്ധമേറ്റെടുത്തു. ഒന്നിനു പുറകെ ഒന്നായി പന്തങ്ങൾ ദേവാലയത്തെ കേന്ദ്രീകരിച്ചിറക്കി. അത് മുഴുവൻ എറിഞ്ഞ് കത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. ജോസീഫസ് ആന്റിക്വിറ്റീസ് എന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കുറിച്ച വാക്കുകളാണ്. അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ആരൊക്കെ ഇടിക്കരുതെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം ഇടിക്കാൻ കരമുയർത്തിയാൽ പണിയാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെ ഇല്ല. എന്നാൽ എൻ്റെ ദൈവം പണിയാൻ കരമുയർത്തിയാൽ തകർക്കാൻ കഴിവുള്ള ഒരു ശക്തിയും ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം. എൻ്റെ ജീവന്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരമുയർന്നാൽ അതിനെ തകർക്കാൻ ശക്തിയുള്ള ഒരുത്തനും ഇവിടെ ഇല്ലെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നീ പ്രാപിച്ച ദൈവകൃപയ്ക്കെതിരെ ഒരു സൈന്യം ഇരമ്പി അടുത്താലും പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ കാവലുണ്ടെങ്കിൽ നിന്റെ ജീവനെ തൊടാൻ പാതാള ശക്തികൾക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവം കൈവിട്ടാൽ ആരൊക്കെ നിനക്ക് സുരക്ഷിതത്വത്തിനുണ്ടെങ്കിലും നിന്റെ മോഹക്കോട്ടകളുടെ മേൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഈ ദുരന്തത്തെ തടയാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവം കൈവിട്ടാൽ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റില്ല.